ഇപ്പോൾ അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനിൽകുമാറാണ് നേരത്തെ ഈ ഉരുൾപൊട്ടലിന്റെ വിവരം റിപ്പോർട്ടിന് നൽകുകയും നമ്മളത് ബ്രേക്ക് ചെയ്യുകയും ചെയ്തത്. അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനിൽകുമാർ, ഏതു ഭാഗത്താണ് ഉരുൾപൊട്ടിയതെന്ന് പറയാമോ? എന്താണ് അവസ്ഥ ഇപ്പോൾ? ഇല്ല, ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങള് മന്ത്രിമാരും എല്ലാം ഒരു സ്ഥലത്ത് മാറി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ വെള്ളം ഒഴുക്ക് കൂടിയത്. അപ്പൊ പോലീസ് അവിടുന്ന് എല്ലാവരും ഓടാൻ പറഞ്ഞു, ഞങ്ങൾ ഓടി മാറി. ഇപ്പൊ അവിടുന്ന് കല്ലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അറിയിക്കുന്നത്. ചൂരമലയിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. നേരത്തെ ഉരുൾപൊട്ടിയ അതേ സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ മുകൾ ഭാഗത്ത് മുണ്ടക്കയിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് നൂറുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്തായിരിക്കുമോ ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാവുക? ഞങ്ങൾക്ക് അത് അറിയാൻ കഴിയില്ല. കാരണം അവിടുന്ന് വെള്ളം ഒഴുകി വരികയാണ്. ഞങ്ങൾ ഈ ചൂരമലയിലാണ് നിൽക്കുന്നത്. അപ്പൊ വെള്ളം ഒഴുകി വരുമ്പോഴാണ് പോലീസും എല്ലാവരും ആംബുലൻസുകളും പെട്ടെന്ന് മാറാൻ പറഞ്ഞ് ഓടി ഞങ്ങൾ മാറുന്നത്. ഇപ്പൊ ഞങ്ങൾ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലും മണ്ണൊക്കെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഇനിയിപ്പോ ഈ രക്ഷാപ്രവർത്തകർ എല്ലാവരും അവിടുന്ന് പിന്മാറിയിട്ടുണ്ടോ ഈ ചൂരൽമലയിൽ നിന്ന്? ഇല്ല, ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് NDRFന്റെ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ അവിടെ തന്നെയുള്ള മുണ്ടക്കൈ ഉണ്ട്. അവരുടെ കൂടെ ഞങ്ങളുടെ പ്രതിനിധി ദീപക്കുമുണ്ട്. ആദ്യ സംഘത്തിന്റെ കൂടെ ദീപക്കുമുണ്ട് ആ ഭാഗത്ത്. ബാക്കി ആർമിക്ക് അത് കടന്നു പോകാൻ പറ്റിയിട്ടുണ്ടോ? ആർമിയും കടന്നു പോയിട്ടുണ്ട്. ആർമി കടന്നു പോയോ? കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആർമിയും അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നൂറുദ്ദീൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നൂറുദ്ദീൻ, നിങ്ങൾ സുരക്ഷിതരായിട്ടിരിക്കുക. ആർമിയുടെ ഒരു ബറ്റാലിയൻ ആ ഭാഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. NDRFന്റെ ഒരു സംഘം കൂടി മറുഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി. വെള്ളം വീണ്ടും ഉയർന്ന ഒരു നിലയുണ്ട്. മിനിസ്റ്റർ കെ രാജൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് പോകരുത്. ഇപ്പോൾ നിങ്ങളുടെ രക്ഷാപ്രവർത്തനമല്ല ആവശ്യം. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സുരക്ഷിതമായിരിക്കുക. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ആർമി അവിടെയുണ്ട്. NDRFന്റെ സംഘമുണ്ട്, SDRFന്റെ സംഘമുണ്ട്, സിവിൽ ഡിഫൻസ് ടീമുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുണ്ട്. മന്ത്രിമാരടക്കം പോലീസുകാരടക്കം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരടക്കമുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് മറ്റാരുടെയും സേവനം ഇപ്പോൾ അവിടെ ആവശ്യമില്ല. അവിടെ വീണ്ടും തുടർച്ചയായിട്ട് ഉരുൾപൊട്ടുന്നു. ചെറിയ ഉരുൾപൊട്ടലും വലിയ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടാകുന്നു. അത് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് പോകരുത്. നിങ്ങൾ രക്ഷാപ്രവർത്തകർ മാത്രം അവിടെ നിൽക്കട്ടെ എന്നത് സർക്കാരിന് വേണ്ടി ഒരിക്കൽ കൂടി നമ്മൾ അഭ്യർത്ഥിക്കുന്നു. മിനിസ്റ്റർ കെ രാജൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്.